സുരക്ഷിതമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലൈവ് സർവീസും അല്ലാതെ ലൈവ് സർവീസിന് ശേഷവും കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ സർവീസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമ്മുടെ മീറ്റിംഗ് ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്കും എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സന്ദർശിക്കാം. ഈ ചാനലിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മീറ്റിങ്ങിൻ്റെ മുന്നമേ കാണിച്ച പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെയും അതേ നമ്പറിൽ തന്നെ കോൾസിലൂടെയും നിങ്ങൾക്ക് അയച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായങ്ങൾ തേടാവുന്നതാണ്. കർത്താവ് ഇന്നത്തെ സന്ദേശത്തിൽ പലരെയും വിശ്വാസത്തോടിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്, അവരെ എല്ലാവരെയും സ്പർശിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സന്ദേശമാണ് കർത്താവ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ ചാനലിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഈ ലൈക്ക് മുഴുവൻ വാങ്ങിക്കൂട്ടി എനിക്ക് വീട്ടിൽ കൊണ്ട് വെക്കാനല്ല, ഈ നിങ്ങളുടെ ഓരോ ലൈക്സുമാണ് ഞങ്ങളുടെ ഈ മെസ്സേജ് ഓരോ പുതിയ ആൾക്കാരിലേക്കും എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ എനിക്ക് ലൈക്സ് എല്ലാം കൂടെ കണ്ട് സന്തോഷിക്കാനല്ല. നിങ്ങളത് വളരെ നല്ല ബുദ്ധിയോടെ തന്നെ നല്ല മനസ്സോടെ തന്നെ മനസ്സിലാക്കുന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടെ ദൈവം ഇന്ന് എന്നെ ഏൽപ്പിച്ച ആത്മീയ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ദൈവ സന്ദേശമാണ്, ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. കെട്ടുകൾ അഴിക്കുന്നത്, ബന്ധനങ്ങൾ അഴിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് നാം ആ ദൈവവചനത്തിലൂടെ തന്നെ ഇന്നത്തെ ആത്മീയ പ്രവചന ദൂതുകളിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കും. കർത്താവ് വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ആ ബോധ്യത്തോടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കായി കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 27-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാവരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 27-ാമത്തെ അധ്യായം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ സന്ദേശം നമ്മെ ഓരോരുത്തരെയും അറിയിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവം വ്യക്തിപരമായും ആളാളാം പ്രതി പേരാം പ്രതി ദൈവം തിരഞ്ഞെടുത്തതാണ്. ഒരു തിരഞ്ഞെടുപ്പില്ലാതെ ആർക്കും ദൈവത്തെ അനുഗമിക്കാൻ കഴിയുകയില്ല. ഒരു തിരഞ്ഞെടുപ്പില്ലാതെ ആർക്കും ദൈവത്തിനരികിലേക്ക് വരാൻ കഴിയുകയില്ല. ഒരു തിരഞ്ഞെടുപ്പില്ലാതെ ആർക്കും ദൈവത്തെ അനുഗമിക്കാൻ കഴിയുകയില്ല. ഒരു തിരഞ്ഞെടുപ്പില്ലാതെ ആർക്കും ദൈവത്തെ അനുസരിക്കാൻ കഴിയുകയില്ല. ഒരു തിരഞ്ഞെടുപ്പില്ലാതെ ആർക്കും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. തിരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വളരെ വിലയുണ്ട്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ മാത്രമാണ് അവനെ അനുഗമിപ്പാൻ അല്ലെങ്കിൽ അവൻ അനുഗമിപ്പാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ യേശുവിനോട് ഒരു ശിഷ്യൻ ദൈവം കാണിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും, യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് ചോദിച്ചു, ഗുരു, ഞാൻ ഇന്നു മുതൽ അങ്ങേ അനുഗമിക്കും. പക്ഷേ കർത്താവ് അവൻ അനുമതി കൊടുത്തില്ല. എന്നാൽ പത്രോസിനെ ദൈവം വിളിച്ചത് പത്രോസ് ചോദിച്ചിട്ടല്ല. പത്രോസിനെ ദൈവം കണ്ടോടം വിളിച്ചത്, നീ മീൻ പിടിക്കുന്നവനല്ലേ, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകും, എന്നെ അനുഗമിക്കാം. ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ഞാനൊരു ആലോചന താങ്കൾക്ക് കൈമാറുകയാണ്. താങ്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്തുള്ള വ്യക്തിയാണ്.
നമ്പർ 1. നമ്പർ 2, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് താങ്കളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. താങ്കൾ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടിനുള്ള സമയം പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. പത്രോസിനോട് ദൈവം പറഞ്ഞത്, പത്രോസ് പോയിക്കൊണ്ടിരുന്ന രാവരയ്ക്കുന്ന കടലിനകത്തുള്ള ഈ യാത്രയെക്കുറിച്ചല്ല. പത്രോസിനെ ദൈവം വിളിച്ചത്, പത്രോസ് എന്നും പോകുന്നത് ഒരേ റൂട്ടാണ്. പത്രോസ് എന്നും മീൻ പിടിക്കാൻ പോകുന്നത് കടലിലേക്കാണ്. പത്രോസ് എന്നും മീൻ പിടിക്കാൻ പോകുന്നത് ഉൾക്കടലിലേക്കാണ്. പത്രോസ് എന്നും മീൻ പിടിക്കാൻ പോകുന്നത് ഒരേ ലൊക്കാലിറ്റിയിലേക്കാണ്, ഒരേ ഇടത്താണ്, ഒരേ സ്ഥലത്താണ്, ഒരേ രീതിയാണ്, ഒരേ മെത്തേഡാണ്. എന്നാൽ യേശു തന്നോട് പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കുക. കർത്താവ് യേശുവിൻ്റെ കൂടെ പത്രോസിനെ കൂട്ടിയതിന് ശേഷം പത്രോസിന് എന്നും ഒരേ ഡ്യൂട്ടിയല്ല, ഒരേ വഴിയല്ല, ഒരേ പ്രവൃത്തിയല്ല, ഒരേ ശുശ്രൂഷയല്ല. വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ നിലകളിൽ, വ്യത്യസ്തമായ രീതികളിൽ ദൈവം അസാധാരണമായി ഉപയോഗിച്ച ഒരു ഭക്തനാകുന്ന പത്രോസിന് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ കാരണം വ്യക്തമായി പതിയപ്പെട്ട ഒരു വിളിയും തെരഞ്ഞെടുപ്പും തൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോളിംഗ് വരാനുള്ളതിൻ്റെ പ്രധാന കാരണം തൻ്റെ ലൈഫിലെ ഫെയിലിയേഴ്സാണ്, പരാജയങ്ങളാണ്. പത്രോസ് കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് പടക് ചേർത്ത സമയത്ത് ഒരു ഫെയിലിയറായിട്ടാണ് അദ്ദേഹം കരയിലേക്ക് വന്നടുത്തത്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് ചിലരോട് പറയുകയാണ്. വളരെ പ്രതീക്ഷയോടെ കടൽ കടന്ന് നിങ്ങൾ പോയിട്ടും ഒന്നും സമ്പാദിക്കാതെയും ഒന്നും നേടാതെയും ഒന്നും ആകാൻ കഴിയാതെയും ഒരു പത്രോസിനെ പോലെ പരാജയപ്പെട്ട് നീ കരയിൽ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ ഈ സന്ദേശം താങ്കളോടാണ്. ഈ സന്ദേശം താങ്കളോടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒന്നും കൂടെ, എന്തൊക്കെയോ കിട്ടുമെന്നും എന്തൊക്കെയോ ആക്കണമെന്നും എന്തൊക്കെയോ നേടണമെന്നും പറഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കടൽ കടന്ന് അന്യരാജ്യത്ത് പോയിട്ടും ഒന്നും പിടിക്കാൻ കഴിയാതെ, ഒന്നും നേടാൻ കഴിയാതെ, ഒന്നും ആകാൻ കഴിയാതെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവൊന്നും തെളിയിക്കാൻ കഴിയാതെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ, ആമേൻ, നിങ്ങൾ ഒരുവിധം ജീവിതം തള്ളി മുൻപോട്ട് കൊണ്ടുപോകുകയും എന്നാൽ ഞാൻ ചെന്ന് ഇനി കരയിലേക്ക് അടുക്കുന്നതൊരു വലിയ പരാജയത്തോടെ ആകുമോ എന്നുള്ള ആകുലതയോടും കൂടെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന, സ്വദേശത്തായിരിക്കാം വിദേശത്തായിരിക്കാം, ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കമ്പാനിയനായി മാറിയത്, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ഗ്യാങ്ങിലെ ആളായി മാറിയത്, ദൈവത്തിൻ്റെ കൂട്ടത്തിലെ ആളായി മാറിയത് ഇതുപോലെ വലിയ പരാജയങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് കരയിൽ വന്ന് അടിഞ്ഞു കിടന്നപ്പോഴാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിറവിൽ പറയുന്നു, ചിലരെ നോക്കി പറയുന്നു, പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളോടുകൂടെ വിദേശത്തേക്ക് കയറിപ്പോയവരും വലിയ സ്വപ്നങ്ങളോടുകൂടെ പോയിട്ട് പരാജയപ്പെട്ട് കരയിൽ വന്നിരിക്കുന്നവരുമായിട്ടുള്ള ചിലരെ നോക്കി ഞാൻ ആത്മനിറവിൽ പറയുകയാണ്, പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ വിളി ഒരു എഴുത്താണി കൊണ്ട് എഴുതിയതുപോലെ പതിഞ്ഞത് ഈ പരാജയത്തിൽ താൻ കരയിൽ തുടർന്നതുകൊണ്ടാണ്. ഈ പരാജയത്തിൽ താൻ വന്ന് കര തൊട്ടതുകൊണ്ടാണ്. ഈ പരാജയത്തിൽ താൻ വന്ന് കര തൊട്ടതുകൊണ്ടാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ താങ്കളോട് പറയുകയാണ്, നിങ്ങളുടെ പരാജയം ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി മുമ്പോട്ട് വായിക്കുന്ന വചനം ഇതിനേക്കാൾ ശക്തിയാണ്. മുൻപോട്ട് കേൾക്കാനുള്ള ദൂത് ഇതിനേക്കാൾ തീവ്രമാണ്. സ്തോത്രം. ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം വരുത്തും. തെരഞ്ഞെടുപ്പില്ലാതെ ആർക്കും അനുഗമിക്കാൻ കഴിയത്തില്ല. നമ്പർ 2, തെരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ പത്രോസ് ചെയ്തതൊന്നും സമാനതകളില്ലാത്ത പ്രവർത്തികളായിരുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുക, ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഒക്കെ തയ്യാറാക്കുക, കഴിക്കുക, ലഞ്ചുണ്ടാക്കുക, കഴിക്കുക, ചായ കുടിക്കുക, വൈകിട്ടത്തേനുള്ള ഡിന്നർ തയ്യാറാക്കുക, കഴിക്കുക, ഉറങ്ങുക, വീണ്ടും രാവിലെ എഴുന്നേൽക്കുക. റൊട്ടീനായിട്ട് ഇത് തന്നെ ചെയ്ത് ഇതിനപ്പുറം ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാതെ എന്നെ കേൾക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുക, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നാൽ സമാനതകളില്ലാത്ത പ്രവർത്തികൾക്ക്
താങ്കൾ സാക്ഷിയാകും. സമാനതകളില്ലാത്ത പ്രവൃത്തികൾ താങ്കൾ ചെയ്ത് തീർക്കാൻ താങ്കൾക്ക് സമയം തികയാത്ത പോലെ ദൈവം താങ്കളെ ഉപയോഗിക്കും. അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും തന്നെ സംസാരിച്ചത്. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഈ കാര്യം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പൊന്നും ഒരു ജ്ഞാനി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അയാൾ മാർക്കിടൂല. ഈ തെരഞ്ഞെടുപ്പൊന്നും ഒരു ജ്ഞാനിയായ മനുഷ്യൻ വായിച്ചു നോക്കിയാൽ അയാൾ ഒരിക്കലും മാർക്കിടത്തില്ല. അയാൾ 0 ഇടും. ഇതിലെന്തോ എഴുത്ത് പെശ കൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ 0 ഇടും. ഒരു പ്രൊഫസർ നോക്കിക്കഴിഞ്ഞാൽ മാർക്കിടില്ല. എന്നാൽ ഇതൊരു തകർന്നവൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇതിന് ഫുൾ മാർക്ക് ഇടും. ഈ വചനത്തിന് കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാത്തതും ദൈവം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ കടയിൽ മാങ്ങ മേടിക്കാൻ പോയി. നിങ്ങൾ എങ്ങനെയുള്ള മാങ്ങ തിരഞ്ഞെടുക്കും? നിങ്ങൾ ഏറ്റവും നല്ലത് അടുക്കി വെച്ചിരുന്നാലും അതിനെ എടുത്ത് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി എവിടെയെങ്കിലും ചതവുണ്ടോ, പൊട്ടലുണ്ടോ, ചീറ്റലുണ്ടോ നോക്കി ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും. പേരക്ക എടുക്കാൻ പോയാലും അങ്ങനെ തന്നെ, തേങ്ങ എടുക്കാൻ പോയാലും അങ്ങനെ തന്നെ. എടുക്കും, നന്നായിട്ടൊന്ന് കുലുക്കും, വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കും അകത്ത് ആൾതാമസം ഉണ്ടോയെന്ന്, എന്നിട്ട് തിരിച്ചു മറിച്ച് കൊന്നിട്ട് നോക്കും കണ്ണിൽ എന്തെങ്കിലും, തേങ്ങയുടെ കണ്ണിൽ എന്തെങ്കിലും പൊട്ടലുണ്ടോ, ചീഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ സെലക്ട് ചെയ്യും. അതേ ബാസ്ക്കറ്റിലിടൂ. അരി എടുക്കാൻ പോയാലും അങ്ങനെ തന്നെ. അരിയെ ഒന്ന് കുത്തി തോണ്ടി എടുത്തേച്ച് ഒന്നിങ്ങനെയൊക്കെ ഒന്ന് നോക്കി നല്ലതാണോ, ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ നോക്കിയിട്ട് അതും എടുക്കും. എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് എന്ന് കണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളും ഞാൻ തിരഞ്ഞെടുത്തതുമൊക്കെ തെറ്റായി പോയോ എന്ന് പിന്നീട് ചിന്തിക്കേണ്ട അവസ്ഥകൾ വന്നിട്ട് അങ്ങനത്തെ ഒരവസ്ഥയിൽ താങ്കൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി, ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ഞാൻ എടുത്ത എൻ്റെ ആലോചനകളെല്ലാം തെറ്റായിപ്പോയി, എൻ്റെ ഡിസിഷൻസ് എല്ലാം തന്നെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിനപ്പുറം എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവത്തോടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. ഇവിടെ ഒരു തിരഞ്ഞെടുക്കുന്ന ദൈവത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ വചനം പറയുന്നേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ദൈവം 5 തിരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ഇന്ന് വായിച്ച വചനത്തിനകത്ത് കാണിക്കുന്നത്. 5 തിരഞ്ഞെടുപ്പുകൾ. ഈ സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി കേൾക്കുന്നു, അങ്ങനെ ആകരുത്. നിങ്ങൾ ഈ സന്ദേശം യാദർശികമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതൊരിക്കലും ദൈവത്തിന് യാദർശികമായതുമല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അതും യാദർശികമായിട്ടല്ല. ഈ ചാനൽ നിങ്ങൾ സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ അതും യാദർശികമായിട്ടല്ല. കാരണം താങ്കളെ വ്യക്തമായി പദ്ധതിയോടെ തിരഞ്ഞെടുത്ത ദൈവത്തിന് താങ്കളെക്കുറിച്ചുള്ള സ്പഷ്ടമായ ആലോചനകൾ പറഞ്ഞു തരാൻ താങ്കൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഞാനൊരു വേസ്റ്റാണ്, ഞാനൊരു ഉപയോഗശൂന്യമാണ്, ഞാനൊരു പൊട്ടനാണ്, മണ്ടനാണ്, ഞാൻ ഇത്രയും പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം വിധിച്ച് സ്വയം കുറ്റപ്പെടുത്തി ഇന്ന് ആരെങ്കിലും ഒരു സെൽഫ് കണ്ടംനേഷൻ്റെ അനുഭവത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളോടും ഒരു ദൂത് പറയാനുണ്ട്. ഇന്ന് ഈ മെസ്സേജ് പലരുടെ ജീവിതത്തിലും ഒരു ഐ ഓപ്പണിംഗ് ആയി മാറും. നിങ്ങൾ എന്ന വ്യക്തി, ലോകം പറയും നിങ്ങൾ ഇന്ന് പരാജയമാണ്, ലോകം പറയും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ എന്നും ഇങ്ങനത്തെ കഷ്ടത, ലോകം പറയും നിങ്ങൾക്ക് മാത്രം എന്താ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത, ലോകം പറയും നിന്റെ മകളും മകനും മാത്രം എന്താ ട്രൈ ചെയ്തിട്ട് ജോലി കിട്ടാത്ത, ലോകം പറയും നിങ്ങളുടെ കുഞ്ഞിന് മാത്രം എന്താ ഇതുവരെ വിവാഹമാകാത്ത, ലോകം പറയും
നിങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും വലിയ തകർച്ച? ലോകം പറയും, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തെ? ഇങ്ങനെ പല കാര്യങ്ങളും ലോകം നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം എല്ലാം അതെന്താ 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 എന്നുള്ള ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് എന്തോ കുറവുണ്ട്, പ്രശ്നമുണ്ടെന്നുള്ളതാണ് അവർ പറയാതെ പറയുന്നത്. എന്നാൽ എൻ്റെ ചിന്ത പോകുന്നത് ദൈവത്തിങ്കലേക്കാണ്. ഇവിടെ തിരുവെഴുത്തിനകത്ത് പറയുന്ന തെരഞ്ഞെടുപ്പിനകത്ത് എവിടെയും ബിരുദാനന്തര ബിരുദമെടുത്തവരെ ഞാൻ കണ്ടില്ല, അഭ്യാസികളായിട്ടുള്ളവരെ ഞാൻ കണ്ടില്ല, ബുദ്ധിമാന്മാരെ ഞാൻ കണ്ടില്ല, കഴിവുറ്റവരെ ഞാൻ കണ്ടില്ല. തിരുവെഴുത്തിൽ എൻ്റെ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് അത്ഭുതാവഹമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി വളരെ ഉറപ്പുണ്ട്, എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് തെറ്റുപറ്റിയില്ല, താങ്കളെ തെരഞ്ഞെടുത്ത ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നിങ്ങൾ ഈ സത്യം കേൾക്കുന്നത് തെറ്റായിട്ടല്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഒരു ഉദ്യമത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ്. ഇന്ന് പരാജയത്തിനകത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തകർച്ചയ്ക്കകത്ത് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആവർത്തിച്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവിന് ശക്തമായും വ്യക്തമായും താങ്കളോടൊരു ദൂത് പറയാനുണ്ട്. ദൈവത്തിൻ്റെ പണിയായുധമായി തെരഞ്ഞെടുക്കാൻ കർത്താവ് കണ്ടിരിക്കുന്നത് താങ്കളെയാണ്. ഞാൻ എങ്ങനെ ഒരു ടൂളായി മാറും, ഞാൻ എങ്ങനെ ഒരു ആയുധമായി മാറും, ഞാൻ എങ്ങനെ മൂർച്ചയുള്ള ഒന്നായി മാറും? എനിക്കാരെയും മുറിപ്പാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ആയിത്തീരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഈ രാത്രിയിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന, വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പറയുന്നു, നിങ്ങളെന്ന വ്യക്തി പരാജയമെന്ന് ലോകം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പാണിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ കഴിയുന്ന മൂർച്ചയുള്ള ഒരു ആയുധമാണെന്ന് കർത്താവ് ഇന്ന് രാത്രി താങ്കളോട് പ്രവചിക്കുകയാണ്. ഒരുപാട് പേര് താങ്കളെ മുറിപ്പെടുത്തിയില്ലേ? ഒരുപാട് പേര് താങ്കളെ നിരസിച്ചില്ലേ? ഒരുപാട് പേര് താങ്കളെ റിജക്റ്റ് ചെയ്തില്ലേ? ദൈവം തൻ്റെ കരങ്ങളിൽ ഒതുങ്ങിയ ആയുധമാക്കി മാറ്റാൻ താങ്കൾ എന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം അതൊക്കെ തന്നെയാണ്. തിരുവെടുത്ത് പറയുന്ന നിങ്ങളൊന്ന് നോക്കി. ദൈവം സഹോദരന്മാരെ, 26-ാമത്തെ വാക്യമാണ് കേട്ടോ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം ഇതാണ്. പാസ്റ്ററെ, ഈ ഫോണൊന്ന് ബെല്ലടിച്ചിട്ട് 5 ദിവസമായി, എനിക്ക് ഇത്രയും കൂടപ്പിറപ്പുകളുണ്ട്, എന്നെ ആരും വിളിച്ചില്ല. പാസ്റ്ററെ, കഴിഞ്ഞ ഞായറാഴ്ച സഭയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ, ഒരൊറ്റ വിശ്വാസികൾ പോലും എനിക്ക് ഇന്ന വിഷയമുണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചു പോലും ചോദിച്ചില്ല. എന്നെ ആരും വിളിക്കാനില്ല, എന്നെ ആരും അന്വേഷിക്കാനില്ല, എന്നെ ആരും നോക്കാനില്ല. ആ വേദനയിലാണോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത്? ദൈവവചനം പറയുന്നത് നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. സഹോദര, നിന്റെ വിളിയെ നോക്കുവിൻ. സഹോദരി, നിന്റെ വിളിയെ നോക്കുവിൻ. ഓൾറെഡി ഒരാൾ വിളിച്ചിട്ടിട്ട് നമ്മൾ ആരും ആ വിളിക്ക് അടിയനിതാ പറയാനില്ല. നമ്മളാരും ആ വിളിക്കൊന്നും അടിയനിതാ പറയാനില്ല. എന്നാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവിടുത്തെ ചേട്ടനെ വിളിച്ച എന്തോ എന്ന് നമ്മൾ ഇവിടുന്ന് വിളിയേക്കും. കാര്യം പിടികിട്ടി കാണുമല്ലോ. ആ ചേച്ചിയുടെ ചേട്ടനെയാ വിളിച്ചേ, ഹസ്ബൻഡിനെയാ വിളിച്ചേ. അപ്പോ ഈ വീട്ടിനകത്ത് നിന്നിട്ട് നമ്മൾ എന്തോ എന്നൊരു വിളിയേക്കും. എന്നിട്ട് വൈഫിനോട്, നീ എന്നെ വിളിച്ചായിരുന്നോ? ഞാനിങ്ങും ആരെയും വിളിച്ചു. ശരിയല്ലേ? അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടില്ലേ? അപ്പുറത്ത് ആരെയോ വിളിച്ചപ്പോ നമ്മൾ വിളി കേട്ട സന്ദർഭങ്ങളില്ലേ? പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, നിന്നെ തന്നെ നോക്കി, നിന്നിലേക്ക് തന്നെ നോക്കി, നിന്നെ തന്നെ വിളിച്ച വിളിക്ക് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ട വിളിയാ. പക്ഷേ ഇതുവരെയും അടിയനിതാ പറയാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവേൻ. സഹോദര, ആ വിളി നിന്റെ കണ്ണിന് പതിഞ്ഞാലേ വാഗ്ദത്തം നിന്റെ കണ്ണുകൊണ്ട് കാണത്തുള്ളൂ. ആമേൻ. ദൈവം വിളിച്ച വിളി, ആ വിളിയിലേക്ക് ഞാനും നിങ്ങളും നോക്കിയാലേ
എനിക്ക് പറഞ്ഞ വാഗ്ദത്തവും നിവർത്തീകരണമായി എൻ്റെ കണ്ണിന് കാണത്തുള്ളൂ. ഇന്ന് വാഗ്ദത്തങ്ങൾ കണ്ണുകൊണ്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് താങ്കൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം ദൈവാത്മാവ് പല ദൈവദാസന്മാരിലൂടെ നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ആ വിളിയിലേക്ക് നോക്കിയോ? എത്രയോ പ്രാവശ്യം ദൈവാത്മാവ് നിങ്ങളോട് സ്വപ്നത്തിലൂടെ തന്നെ സംസാരിച്ചു. നിങ്ങൾ ആ വിളിയിലേക്ക് നോക്കിയോ? എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നിങ്ങളോട് ഇടപെട്ടു. നിങ്ങൾ ആ വിളിയിലേക്ക് നോക്കിയോ? എത്രയോ പ്രാവശ്യം അർത്ഥവത്തായ ഗാനരൂപത്തിൽ വരികളിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ആ വിളിയിലേക്ക് നോക്കിയോ? ദൈവാത്മാവ് പറയുന്നു, വിളിയിലേക്ക് നോക്കുവിൻ. ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ പണിയായുധമാക്കി താങ്കളെ മാറ്റാനാണ്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ പണിയായുധമാക്കി താങ്കളെ മാറ്റാനാണ്. വചനം പറയുന്നത് നോക്കി, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എൻ്റെ കുടുംബത്തിൽ നോക്കുകയെ, എന്നേക്കാൾ യോഗ്യതയുള്ള, വിദ്യാഭ്യാസമുള്ള, കഴിവുകളുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്നെ ആ കർത്താവ് തിരഞ്ഞെടുത്തേ. എൻ്റെ കുടുംബത്തിൽ വേറെ ആരും സുവിശേഷ വേലക്കാരില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട്, ഉന്നതന്മാർ, കുലീനന്മാർ, ആഭിജാത്യമുള്ളവർ. പക്ഷെ ദൈവം താങ്കളെയാണ് തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ താങ്കളുടെ വീട്ടിൽ തന്നെ താങ്കൾ മാത്രമായിരിക്കാം ഇന്ന് ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത്. മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്കൾ ഈ വിശ്വാസത്തിൽ കാണുകയില്ല. താങ്കളെ മാത്രമായിരിക്കും തിരഞ്ഞെടുത്തത്. എന്തിനാ? ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമാക്കി മാറ്റാൻ. ആയുധം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരായുധവും ആയുധങ്ങളായി ജനിക്കുന്നില്ല. ഒരായുധവും ആയുധങ്ങളായി തന്നെ ഭൂമിയിൽ വരുന്നില്ല. ഏതൊരായുധവും അഴുക്കും ചെളിയും പൊടിയും മണ്ണും പറ്റിയ ഇരുമ്പുകളായിട്ടാണ് കയ്യിൽ വരിക. അതിലത്തെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ഇരുമ്പാക്കി അതിനെ മാറ്റിയതിന് ശേഷവും അത് ആയുധങ്ങളാകുന്നില്ല. അതേ ഇരുമ്പിനെ ചിട്ടപ്പെടുത്തിയ ചൂടിനകത്തേക്ക് കയറ്റിവിട്ട് അടിച്ചു പരത്തി രൂപപ്പെടുത്തി അതിൻ്റെ കൊല്ലൻ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറർ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കായി അതിന് മുദ്രയിട്ട് പതിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തുമ്പോൾ മാത്രമാണ് അതിനെ ആയുധം എന്ന് പറയാനായി കഴിയുന്നത്. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഭൂമിക്കടിയിലെ പൊടിയും മണ്ണും ചെളിയും എല്ലാം പറ്റി ഇത് ഇരുമ്പാണോ ഇത് തുരുമ്പാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത നിലയിലാണ് കർത്താവിൻ്റെ കയ്യിൽ നമ്മളെയൊക്കെ കിട്ടിയത്. അതിനുശേഷം ഒത്തിരി ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലൂടെയും ശുദ്ധീകരണ കർമ്മങ്ങളിലൂടെയും ഒക്കെ കർത്താവ് നമ്മളെ കൊണ്ടുപോയി. അതിനിടയ്ക്ക് നമ്മൾ പറയുക, എനിക്ക് പേര് വലുതാകണം, ഉന്നതമാകണം, ഉയരണം, വിടുവിക്കപ്പെടണം, പണക്കാരനാകണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, അതാകണം, ഇതാകണം, ആ വിടുതൽ വേണം, ഈ വിടുതൽ വേണം. മോനെ, ശുദ്ധീകരണ സമയമേ ആയിട്ടുള്ളൂ. വെയിറ്റ് ചെയ്യുക. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. തിരുവെഴുത്ത് പറയുന്നില്ലേ, സഹിഷ്ണുതയോടെ ഇരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരു ആയുധങ്ങളായി ഭൂമിയിൽ ജനിക്കുന്നില്ല, ആയുധങ്ങളായി ഭൂമിയിൽ പിറന്നിട്ടില്ല. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ വ്യക്തമായ പർപ്പസ് ഉണ്ട്. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചിലർ വിധിക്കുന്നെങ്കിൽ പറയണ്ട. നിങ്ങൾ ഉള്ളിൽ കരുതിക്കോണം, അയ്യോ, ദൈവത്തിന് എന്നെ കൊണ്ട് ഏറ്റവും വലിയ ഉപയോഗം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നിന്നെ ഒന്നും
നിന്നെ ഈ മുഖത്തിനൊക്കെ നിന്നെയൊക്കെ ആരെടുക്കാനാ എന്ന് ചോദിച്ചാൽ അന്നേരം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ ഉള്ളിലാണ് ഏറ്റവും നല്ല ദൈവിക സൗന്ദര്യമുള്ളത്. ഹല്ലേലൂയ. ഈ നിറമൊക്കെ വെച്ചോണ്ട് നിന്നെ ആരിഷ്ടപ്പെടാൻ, ആര് കെട്ടിക്കൊണ്ട് പോകാനാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചോണം, നിന്നെ കെട്ടാനാ ഏറ്റവും നല്ല ഒരുത്തൻ വരുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പണിയായുധങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഇത് ഞാൻ വായിച്ചിട്ട് പറയാം. ദൈവത്തിൻ്റെ പണിയായുധങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ. ഭോഷൻ, പൊട്ടൻ, കഴുത, അജ്ഞാനി, കുലീനത്വമില്ലാത്തവൻ, ഇവരൊക്കെയാ ദൈവത്തിൻ്റെ പണി ആയുധങ്ങൾ എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പത്രോസിനെ മാത്രമേ കർത്താവിന് കിട്ടത്തുള്ളായിരുന്നു മിനിസ്ട്രി ചെയ്യാൻ? ആ പട്ടണത്തിൽ തന്നെ പുരോഹിതന്മാരിൽ ഒരാളെ എടുത്താൽ പോരായിരുന്നു? ന്യായപ്രമാണവാദികളിൽ തന്നെ ഒരാളെ മാനസാന്തരപ്പെടുത്തി എടുത്താൽ പോരായിരുന്നു? ഈ മീൻ പിടിക്കാൻ നടന്ന ഈ മനുഷ്യനെ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു? നിങ്ങൾ ഓർക്കണം ദൈവത്തിൻ്റെ സെലക്ഷൻ ഓർക്കണം. അതാ കർത്താവ് ഇന്ന് രാത്രി താങ്കളോട് പറയുന്നത്, വിളിയിലേക്ക് നോക്കുക. നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതല്ല ഈ ക്രിസ്തീയ ജീവിതം. നിങ്ങൾ ഓടിപ്പോയപ്പോൾ തെന്നിത്തെറിച്ച് വീണതല്ല ഈ വിശ്വാസത്തിൻ്റെ മാർഗം. ദൈവം വ്യക്തമായി നിങ്ങളെ കണ്ടതുകൊണ്ട് വിളിച്ച് കയറ്റിയതാണ്. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. 5 തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരുമ്പിലെ പണി കഴിഞ്ഞതിന് ശേഷമാണ് കൈകളിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്പസ്വല്പ ചൂടൊക്കെ ജീവിതത്തിൽ വരുന്നത് ഷെയ്പ്പൊന്ന് മാറ്റാനാണ്. ഈ കോടാലി നമ്മൾ കണ്ടിട്ടില്ല? കോടാലിയെ കൊണ്ട് നമ്മൾ എത്ര വലിയ വടവൃക്ഷവും വെട്ടാൻ പോകും, ധൈര്യമായിട്ട് പോകും. വൃക്ഷത്തോളം വലിപ്പമില്ല കോടാലിക്ക്. ഉണ്ടോ? ഇല്ല. വൃക്ഷത്തോളം വലിപ്പമുണ്ടോ? ചെറിയ വൃക്ഷം വെട്ടാൻ ചെറിയ കോടാലി, വലിയ വൃക്ഷം വെട്ടാൻ ആ വൃക്ഷത്തോളം വലിയ കോടാലി കൊണ്ടുപോകാറുണ്ടോ? ഞാൻ പറയുന്ന ആശയം ചിലർക്കെങ്കിലും കണക്റ്റ് ആവും. സുഹൃത്തെ, ദൈവത്തിൻ്റെ കയ്യിൽ താങ്കൾ ഒതുങ്ങിയിരുന്ന് ദൈവം തരുന്ന ചൂട് പറ്റി, ദൈവം നമ്മളെ കടത്തിവിടുന്ന പരീക്ഷകളെയൊക്കെ നമ്മൾ ദൈവകൃപയിൽ ജയിച്ച് നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാലും നോക്കെത്താ ദൂരത്ത് പൊങ്ങി നിൽക്കുന്ന വലിയ വടവൃക്ഷവും വെട്ടാൻ എന്നെയും താങ്കളെയും പോലത്തെ സാധാരണക്കാരൻ എന്ന ആയുധത്തെ ദൈവം അയച്ച് അതിൻ്റെ ചുവട് വെട്ടി നിലത്തിടും. ചുരുക്കി പറഞ്ഞാൽ, ദൈവകരത്തിൽ ഒതുങ്ങിയിരുന്നാൽ ഇന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു വൃക്ഷത്തെ ആണെങ്കിലും, പ്രശ്നത്തെ ആണെങ്കിലും, പോരാട്ടത്തെ ആണെങ്കിലും, പൈശാചിക ബാധകളെ ആണെങ്കിലും വെട്ടി നിലത്തിടാൻ, തകർത്തു മാറ്റാൻ നമ്മുടെയൊക്കെ അധരത്തെ കർത്താവ് ആയുധങ്ങളായി ഉപയോഗിക്കും. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അതിനുവേണ്ടി ദൈവം വിളിച്ചത് താങ്കളെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിനുവേണ്ടി ദൈവം വിളിച്ചേക്കുന്നത് എന്നെ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുപൊട്ടിക്കാൻ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ മാറ്റി എൻ്റെ ജീവിതത്തിൽ പുതുസന്തോഷം പകരാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുന്നത് എന്നെ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ആത്മാവിലൊന്ന് ആനന്ദിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. കർത്താവ് ദൈവം തിരഞ്ഞെടുത്ത 5 കാര്യങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചു കേട്ടത്. 1, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പൊതുവേ നമ്മളിങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളവരാണ്. വിവാഹം കഴിച്ചുകൊണ്ട് വരും, അന്നേരം ചക്കരെ, പാല്, തേന്, ഹണി, ഡാർലിംഗ് എന്നൊക്കെ വിളിക്കും. ഒരു 5-6 മാസമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ, തമാശയ്ക്ക് പറയുന്നതാണ് എങ്കിലും ഇത് യാഥാർത്ഥ്യമായിട്ട് നടക്കുന്നതുമാണ്. നമ്മളൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നതല്ലേ ഈ വിഷയങ്ങൾക്കൊക്കെ, അതുകൊണ്ട് അറിയാം. 5-6 മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഇതിലെ ഓരോ വള്ളിയും പുള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാൻ തുടങ്ങും. സ്തോത്രം.
അന്നേരം അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നൊരു വാക്കാണ്, നിന്നെ കെട്ടിയെടുത്ത് അന്ന് മുതൽ തുടങ്ങിയതാ ഇതിനകത്തുള്ള പ്രശ്നം. നിന്നെ പിന്നെ അമ്മായിയമ്മയാണെങ്കിൽ പറയും, നിന്നെ എന്ന് ഇതിനകത്ത് കൊണ്ട് കയറിയോ അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ വീടിൻ്റെ പ്രശ്നം. ചുരുക്കി പറഞ്ഞ നിന്നെ തിരഞ്ഞെടുക്കണ്ടായിരുന്നു. ഇതാണ് അവർ പറയാതെ പറയുന്നത്, അല്ല പറയുകയും ചെയ്യും. കുറച്ചുകൂടെയൊക്കെ തൊലിക്കട്ടിയുള്ള അമ്മായിയമ്മമാരാണെങ്കിൽ പറയും, ഭർത്താക്കന്മാരും പറയും, ഭാര്യമാരും പറയും. ആരും മോശമൊന്നുമല്ല, ഭാര്യമാരും പറയും, ഇതിയാനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ആവോ, എൻ്റെ വിദ്യാഭ്യാസത്തിന് എനിക്ക് എന്തോരം നല്ല ആലോചനകൾ വന്നതാ, അതിലേട്ട് ഞാനും പോയാൽ മതിയായി എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ, അങ്ങനെയൊന്നും പറയരുത്. ഒന്നാമത് ഞാൻ പറയുക, അങ്ങനെയൊന്നും പറയരുത്. ആരെയും പറയരുത്, ആരെയും പറയരുത്. നമ്മളെക്കാൾ, നമ്മുടെ ഡിഗ്നിറ്റിക്ക്, നമ്മുടെ ക്വാളിറ്റിക്ക് നമ്മളെക്കാൾ യോഗ്യതയുള്ളവരെ കിട്ടുമായിരിക്കും. പക്ഷെ ദൈവം നിനക്ക് വെച്ചിരുന്നത് ആ പാർട്ട്ണറെയാണ്. നമ്മുടെ കഴിവിന്, നമ്മുടെ സാമർഥ്യത്തിന്, നമുക്ക് കുറച്ചുകൂടെ നല്ല നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ വലിയ ഉന്നത കുലജാതന്മാരെയും ഉന്നത കുലത്തിലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നിരിക്കും. പക്ഷെ ദൈവം നിനക്ക് വെച്ചത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊള്ളത്തില്ല, കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളത്തില്ല, പരിഗണിക്കാൻ കൊള്ളത്തില്ല, സ്നേഹിക്കാൻ കൊള്ളത്തില്ല, കാണാൻ കൊള്ളത്തില്ല, വെച്ചുണ്ടാക്കുന്നത് കൊള്ളത്തില്ല, പണിയെടുക്കുന്നത് കൊള്ളത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തലക്കനം പെടരുത്. നമ്മളൊരിക്കലും അങ്ങ് കരുതരുത് നമ്മൾ എന്തോ അങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചു ശരിയായിട്ടുള്ള സംഭവം CID പോലെ കണ്ടുപിടിച്ചു എന്നൊന്നും നമ്മൾ കരുതരുത്. താങ്കൾ പറയുന്ന ആ പെൺകുട്ടി താങ്കൾ പറയുന്നത് ആ പുരുഷനെയോ അല്ല, താങ്കൾ പറയുന്നത് ദൈവത്തെയാണ്. താങ്കൾ പറയുന്നത് ദൈവത്തെയാണ്. നിങ്ങൾ പോയി കണ്ടുപിടിച്ചതായിരിക്കാം, നിങ്ങൾ പോയി എടുത്തതായിരിക്കാം, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് കെട്ടിച്ച് തന്നതായിരിക്കും. എങ്ങനെയാണെങ്കിലും താങ്കൾ പഠിക്കുന്നത് ദൈവത്തെയാണ്. താങ്കൾ പഠിക്കുന്ന ദൈവത്തെയാണ്. കാരണം ഈ ഭൂമിയിൽ ഫാമിലിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ആദ്യം വന്നത് ദൈവത്തിനാണ്. അല്ലാതെ ആദമിനും ഹവ്വയ്ക്ക് നമുക്കങ്ങ് കെട്ടിക്കളയാന്ന് പറഞ്ഞതല്ല. ദൈവത്തിനുണ്ടായ ചിന്തയാണ് ഫാമിലി. അപ്പോൾ ഫാമിലി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. അതിനെ നമുക്ക് ഓടിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ വണ്ടി ഉണ്ടാക്കിയവനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടെന്നോ? സ്തോത്രം. വണ്ടി ഓടിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഈ വണ്ടി ഉണ്ടാക്കിയവൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവൻ നമ്മുടെ മാരുതി 800 കിട്ടിയാലും ഓടിക്കും, ബ്രീസ കിട്ടിയാലും ഓടിക്കും, BMW കിട്ടിയാലും ഓടിക്കാൻ അറിയാമെങ്കിൽ. ആ ഫാമിലി എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതൊന്നും നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റൂല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക. ഒന്നാമത് നമുക്ക് ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടത് ക്ഷമയാണ്. കുറവ് എനിക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക, കുറ്റം എനിക്കും ഉണ്ടെന്നും അഡ്മിറ്റ് ചെയ്യും. ഞാൻ ശുദ്ധരിൽ ശുദ്ധൻ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കല്ല. കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ത്രീകൾ ബലഹീനപാത്രമെന്ന് കണ്ട് അവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും അഡ്മിറ്റ് ചെയ്യാനോ നമ്മളെ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. സ്ത്രീകൾ പൊങ്ങല്ല. പുരുഷന്മാർക്കും ബലഹീനതകളുണ്ട്, പുരുഷന്മാർക്കും കുറവുകളുണ്ട്, പുരുഷന്മാർക്കും പോരായ്മകളുണ്ട്. അഡ്മിറ്റ് ചെയ്യുക. ഫാമിലി രണ്ട് സംസ്കാരത്തിലുള്ളവർ, രണ്ട് സ്വഭാവത്തിൽ വളർന്നവർ, രണ്ട് അച്ഛനമ്മമാർക്കുണ്ടായവർ, രണ്ട് ധ്രുവത്തിൽ നിന്ന് വന്നവർ ഒരുമിച്ചാകുന്ന ഒന്നാണ് ഫാമിലി. അതിനകത്ത് നമ്മൾ പല കുറവുകളും കുറ്റങ്ങളും അതിനകത്തുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ദൈവകൃപയിൽ ശരണപ്പെട്ട് സഹിച്ചും ക്ഷമിച്ചും പുറത്തും മുമ്പോട്ട് പോയില്ലെങ്കിൽ കർത്താവ് ചോദിക്കും നിങ്ങളോട്. കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ നല്ലവരായിട്ടാണോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ആണോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാലും അപ്പം നമ്മൾ ശുദ്ധരാണെന്നാണോ? നമ്മളിലും കുറവുണ്ട്. നമ്മളത് അറിഞ്ഞ് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിന്നേ. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് കർത്താവ് ഈ സെക്കൻഡ് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. കുറ്റം പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് കർത്താവിന് 500 പേജ് പുസ്തകം തികയ്ക്കാനും അതിനപ്പുറമുള്ള കുറ്റങ്ങൾ നമ്മളിലൊക്കെ ഉണ്ട്.
നമ്മുടെ ഓരോ പ്രവൃത്തികളിലും കുറ്റങ്ങളുണ്ട്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കി. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആയുധങ്ങളാന്ന് പറയാൻ ദൈവത്തിനൊരു മനസ്സുണ്ടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധങ്ങളാന്ന് പറയാൻ ദൈവത്തിന് മനസ്സുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര നല്ല ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. കാര്യത്തെ നോക്കിക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. 2, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തു. 3, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കെട്ടി ഉയർത്തി വെച്ചിരിക്കുന്ന മതിലിടിക്കാൻ, ഇടിച്ചു കളയാൻ നിങ്ങൾ കരിയില പൊക്കിക്കൊണ്ടുവരുമോ? മതിലിടിക്കാൻ ഒന്നുകിൽ മതിലിനേക്കാൾ ബലമുള്ള കൂടമെടുക്കും. അതുകൊണ്ട് നടന്നില്ലെങ്കിൽ JCB വിളിക്കും. ആരും കരിയിലയും കമ്പും കൊണ്ട് മതിലിടിക്കാറില്ല. പക്ഷേ ഇവിടെ വിചിത്രമായൊരു വചനമാ പറയുന്നത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ നികൃഷ്ടമായതിനെ തെരഞ്ഞെടുത്തു. നികൃഷ്ടമായതിനെ തെരഞ്ഞെടുത്തു. ശരബബദികൾക്കവനെ. ശ്രേഷ്ഠമായതിനെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ശക്തിയുള്ളതിനെ പരാജയപ്പെടുത്തുവാൻ അശക്തമായതിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ശക്തിയുള്ളതിനെ നശിപ്പിക്കുവാൻ അശക്തമായതിനെ തെരഞ്ഞെടുത്തു. എനിക്ക് ഈ വചനത്തിനകത്തുനിന്ന് ഒത്തിരി പ്രവചനങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ഒരു ദൂത് ഞാൻ പറയുകയാണ്. സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ അശക്തരാണെങ്കിൽ, ഇന്ന് നിങ്ങൾ പല കാര്യങ്ങൾക്കകത്തും ബന്ധിക്കപ്പെട്ടവരാണെങ്കിൽ, ഇന്ന് നിങ്ങളെ കൊണ്ട് ഒന്നും ഓവർകം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ആത്മനിറവിൽ പറയുന്നു, നിങ്ങളെ തെരഞ്ഞെടുത്ത ദൈവകരത്തിന് കീഴെ താണിരിക്കുക. അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ഉയരാൻ തടസ്സമായി നിൽക്കുന്ന മതിലും തകരും. നിങ്ങൾ ഉയരാൻ തടസ്സമായി നിൽക്കുന്ന ബന്ധനവും തകരും. നിങ്ങളെ ഉയരാൻ അനുവദിക്കാതെ വിടുന്ന കെട്ടും തകരും. നിങ്ങളെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന ചരടും പൊട്ടും. എല്ലാം പൊട്ടും. നിങ്ങൾ ദൈവത്തിൻ്റെ കൈ കീഴിൽ താണിരുന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അവൻ നിങ്ങളെ ഉയർത്തും. അവൻ നിങ്ങളെ ഉയർത്തും. ദൈവം തിരഞ്ഞെടുത്ത 5 കാര്യങ്ങൾ വിചിത്രമായ കാര്യങ്ങളാണ്. അതായത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞാനും നിങ്ങളും നിൽക്കുമ്പോഴാണ് നമ്മൾ ആയുധങ്ങളായി മാറുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും മൂർച്ചയുള്ള വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര പവറായിരിക്കും. നമ്മളൊരു 2 ദിവസം പ്രാർത്ഥനയിൽ നിന്ന് മെല്ലെ പുറകിലോട്ട് പോയേ അന്നേരം അറിയാം ശരിയായ റിസൾട്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ശക്തിയും 2 ദിവസം പ്രാർത്ഥിക്കാതെ നിൽക്കുമ്പോൾ ഉള്ള പോരാട്ടവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? സ്തോത്രം. കർത്താവിൻ്റെ കയ്യിൽ നമ്മളായിരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ആയുധങ്ങളാണ്. നമുക്ക് തോന്നും നമ്മൾ ആയുധങ്ങളാണെങ്കിൽ പിന്നെ ഇവരെല്ലാം കൂടെ എൻ്റെ നേരെ കുതിര കയറാൻ വരുന്ന എന്തിനാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. സഹോദര, വാസ്തവത്തിൽ നിന്റെ അകത്തിരിക്കുന്ന ശക്തി റിയലായിട്ട് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. തിരുവെഴുത്ത് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഈ ദൂത് കേൾക്കുന്ന, ഈ സന്ദേശത്തിൽ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന, ഈ ലൈവ് സർവീസിലായിരിക്കുന്ന, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ നോക്കി എനിക്ക് പറയാനുള്ളത്, സഹോദര, ദൈവം തെരഞ്ഞെടുത്തിട്ടും നിങ്ങൾക്കൊന്നുമാകാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ
കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തിട്ടും പിന്നെ എന്തിനാണ് എനിക്കിത്രയും പരിശോധനകളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നീ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമായി മാറി എന്ന് തിരിച്ചറിയുന്ന സീസൺ ഓപ്പൺ ആകുകയാണ്. താങ്കൾ ദൈവത്തിൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറിയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ വായിലെ ജ്ഞാനത്താൽ ചില ജ്ഞാനികളുടെ വായടയ്ക്കും. ഇന്ന് നിങ്ങൾക്കെതിരെ ചിലർ വല്ലാതെ വായ് തുറന്നു വിടുന്നുണ്ടല്ലോ, ചില വാക്കുകളും ചില ആരോപണങ്ങളും. നിങ്ങളുടെ വായിലെ വാക്കുകൾ കേട്ട് ചില ജ്ഞാനികൾ വായ് മൂടാനുള്ള സമയം വരുന്നു. രണ്ടാമത്, ബലഹീനമായ നിങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ് ബലമുള്ള ചിലത് തകരാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഞാൻ ഇന്ന് ബലഹീനനാന്ന് പറയും, പക്ഷെ ദൈവം നിന്നെ കളത്തിലേക്ക് ഇറക്കുന്ന സമയം നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ബലം കണ്ട് ചില ബലവാന്മാർ വീഴാൻ പോവുകയാണ്. ഇന്ന് നിനക്കെതിരെ ബലധാരികളായി നിൽക്കുന്ന ചിലത്, ആയുധധാരികളായി നിൽക്കുന്ന ചിലത്, നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് ബലഹീനമായി ഇടിഞ്ഞു നിലത്ത് വീഴാൻ പോകുകയാണ്. മൂന്നാമത്തത്, നികൃഷ്ടമായി എണ്ണിയ നിന്നെ, നികൃഷ്ടമായി തള്ളിയ നിന്നെ എന്റെ ദൈവം തന്റെ പാണിയാൽ പിടിച്ചുയർത്തുമ്പോ അവൻ ചില ഉത്കൃഷ്ടമായി നിൽക്കുന്ന ചിലത് തകർന്നടിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്ന്, നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയത്തില്ലെന്ന്, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ലെന്നൊക്കെ വെല്ലുവിളിച്ചത് എൻ്റെ ദൈവത്തിന്റെ പാണിയാൽ പിടിച്ചുയർത്തുമ്പോൾ, ദൈവത്തിന്റെ കരത്തിലെ ആയുധങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറുമ്പോൾ, നിങ്ങളത് അറിയും, നിങ്ങളത് മനസ്സിലാക്കും, നിങ്ങളത് ഉൾക്കൊള്ളും, നിങ്ങളുടെ കണ്ണത് കാണും. നിന്നാൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ. എനിക്ക് കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിയുമോ എന്ന്, എനിക്ക് കുടുംബത്തെ നേടാൻ കഴിയുമോ എന്ന്, എനിക്കിതൊക്കെ പ്രാപിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തില്ലേ, പിന്നെ ഇനി അസാധ്യമായ ഒന്നുമില്ല. ഇതുപോലെ എത്രയോ തകർച്ചകളിൽ നിന്ന്, എത്രയോ ഫൈറ്റിൽ നിന്ന്, എത്രയോ ഗർത്തങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചില്ലേ, ദൈവം നമ്മളെ വിടുവിച്ചില്ലേ. ഇനിയും ദൈവം നമ്മെ ജയാളിയാക്കി മാറ്റും. സ്തോത്രം. ശക്തിയുള്ളതിനെ പരാജയപ്പെടുത്തുവാൻ അശക്തമായതിനെ തിരഞ്ഞെടുത്തു. എത്ര ശക്തി ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ടും നിങ്ങൾക്ക് ബലഹീനമാണ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ബലഹീനമാണ്, നിങ്ങൾ ബലഹീനമാണ്, എനിക്ക് ബലമില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ശക്തിയുള്ളതിനെ പരാജയപ്പെടുത്താൻ അശക്തമായതിനെ തിരഞ്ഞെടുത്ത ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് തൻ്റെ കൈകൊണ്ടാണ്. നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് തൻ്റെ കൈകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളാരും നിരാശപ്പെട്ടു പോകല്ല. എന്നെ ദൈവത്തിന് വേണ്ടേ, എന്നെ കർത്താവിന് വേണ്ടി, ഞാൻ എന്നും ഒരു പരാജയമാണോ? എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ? ഞാൻ എന്താ ഇത്രയും പോരാട്ടങ്ങൾ സഹിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇത്ര ഉണ്ടോ പോരാട്ടം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കയ്യിലെ ആയുധങ്ങളായി മാറിയ ഇരുമ്പിന് പറയാൻ ഒന്നുണ്ട്. ഞാൻ ഒരുപാട് തീയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. ഓരോ പട്ടാളക്കാരുടെയും മാറോട് ചേർന്ന് കിടക്കുന്ന ഗണ്ണിന്, മെഷീൻ ഗണ്ണിന്, തീ തുപ്പുന്ന കുഴലിന് ഒന്ന് പറയാനുണ്ട്. ഞാൻ ഒരുപാട് ഹീറ്റിങ്ങിനകത്തൂടെ കടന്നുപോയി, ഒരുപാട് ചൂടിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി, ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. ശേഷമാണ് ഞാനൊരു തീ തുപ്പുന്ന ഒരു ഗണ്ണായി മാറിയത്. ഇരുമ്പിനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായി മാറിയത് ഒരുപാട് ചൂടിനകത്തൂടെ കടന്നുപോയപ്പോഴാണ്. മാന്യ സുഹൃത്തെ, ഈ പോരാട്ടങ്ങൾ നിങ്ങൾ സഹിക്കുന്നതിൻ്റെ റിസൾട്ടും അത്രയും വലുതായിരിക്കും. നിങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹം അത്രയും വലുതായിരിക്കും. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം അത്ര ശക്തമായിരിക്കും. പ്രശ്നത്തോടുകൂടെ പോക്കുവഴിയും തരുന്ന നല്ല കർത്താവിനെ നമുക്കിന്ന് രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കാം. നിങ്ങളാരും നിരാശപ്പെടരുത്, നിങ്ങളാരും വേദനിക്കില്ല, നിങ്ങളാരും സങ്കടപ്പെടരുത്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കരുതും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ
യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാനും വാട്സാപ്പിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റൊക്കെ അയക്കാനും ഒക്കെ അവസരമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചുവടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ മിനിസ്ട്രിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക. അതിനും നിങ്ങൾക്ക് അതേ നമ്പർ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴിയൊക്കെ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ആ പ്രെയർ ലൈൻ നമ്പർ തന്നെയാണ് ആ നമ്പർ. കൂടാതെ അധികമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. നമുക്ക് എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, 5 വിധത്തിലുള്ള തിരഞ്ഞെടുപ്പിനാൽ തന്നെ ദൈവവും ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായ ദൈവം തിരഞ്ഞെടുത്തു. കർത്താവെ, ബലമുള്ളതിനെ നശിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ജനവും അതുപോലത്തെ അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ഇവരെ അതിശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. ശക്തിയോടെ ഈ ജനത്തെ അവരുടെ പരാജയത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ദൈവം വിടുവിക്കണമേ. ഇവരോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ പരാജയത്തിനായിട്ടല്ല ദൈവം വിളിച്ചതെന്ന്, കർത്താവിൻ്റെ കയ്യിലെ ആയുധമാണ് ഞാനെന്ന തിരിച്ചറിവ് ഈ ജനത്തിന് കൊടുക്കണമേ. ഇവരെ ഉപയോഗിക്കണമേ. ഇന്ന് രോഗികളായി ആരേലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകണമേ. കർത്താവെ, ഇന്ന് മനം തകർന്ന ആരെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള ആശ്വാസം അവർക്ക് കൊടുക്കണമേ. ഇവരെ ഓരോരുത്തരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വം മുഴുവൻ അങ്ങ് എടുത്താട്ട് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണമേ. ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിട്ടേ പോകാവുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവുള്ളൂ. മറ്റുള്ളവരോട് ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കുക. അപ്പോൾ നാളെ രാവിലെ 6:30 മണിക്കുള്ള പ്രഭാത സന്ദേശത്തിൽ നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.